സിനിമാ മേഖലയിലെ ചൂഷണവുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസർക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലും പരാതി നൽകാമെന്ന് ഹൈക്കോടതി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകാത്തവർക്കടക്കം പരാതി നൽകാനാകും. നോഡൽ ഓഫീസറുടെ അധികാരപരിധി ഹൈക്കോടതി വർദ്ധിപ്പിച്ചു. പരാതി നൽകിയവരെ സംഘടനകളിൽ നിന്നും പുറത്താക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവർക്ക് ഭീഷണിയുണ്ടെങ്കിൽ അവർക്ക് സമീപിക്കാനായി നിയോഗിക്കപ്പെട്ട നോഡൽ ഓഫീസറുടെ അധികാരപരിധി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പരാതികൾ ഇനി മുതൽ നോഡൽ ഓഫീസർക്കും കൈമാറാം. സാക്ഷികൾക്ക് ഭീഷണിയുണ്ടെങ്കിൽ നോഡൽ ഓഫീസർ ഇക്കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകാത്തവർക്കും സിനിമാ മേഖലയിലെ ചൂഷണം സംബന്ധിച്ച് പുതിയ പരാതികൾ നോഡൽ ഓഫീസർക്ക് മുന്നിൽ ജനുവരി 31 വരെ നൽകാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 50 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തതായും 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകിയെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിൽ കക്ഷി ചേരാൻ നടി രഞ്ജിനി നൽകിയ അപേക്ഷയും ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്നാവശ്യപ്പെട്ടാണ് രഞ്ജിനി കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയ ശേഷം മൊഴി നൽകാൻ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടുവെന്നും രഞ്ജിനി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. പരാതി നൽകിയവരെ സംഘടനകളിൽ നിന്നും പുറത്താക്കുന്നുവെന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അറിയിച്ചപ്പോൾ പുറത്താക്കാൻ നോട്ടീസ് ലഭിച്ചവർക്ക് കോടതിയെ സമീപിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ജനം, കൊച്ചി.